എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. 2027 സെൻസസിൻ്റെ ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ നോക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ചൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. സെൽഫ് എന്യൂമറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ലൊക്കേഷൻ മാപ്പിങ്ങും ഫൈനൽ സബ്മിഷനും ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്, censusindia.gov.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം നേരെ മുകളിൽ നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു സൈറ്റിലേക്ക് ഓക്കെ കൊടുത്ത് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. scc.census.gov.in എന്ന സൈറ്റിൽ എത്തിച്ചേരും. തുടർന്ന് വരുന്ന പേജിൽ നമ്മളുടെ സ്റ്റേറ്റ് കേരള അവിടെ നിന്നും തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്യണം. അവിടെ കാണുന്ന സ്പീക്കറിൻ്റെ സിമ്പലിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ വിവരണം നമുക്ക് കേൾക്കാൻ സാധിക്കും, എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ അവിടെയുള്ള ഡബിൾ ആരോയിൽ പ്രസ് ചെയ്താൽ അത് മാറി വരികയും ചെയ്യും. അങ്ങനെ ശരിയായിട്ടുള്ള ക്യാപ്ച കോഡ് കൊടുത്ത് വെരിഫൈ ആൻഡ് പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. 15-20 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം നമുക്കൊരു AC ID ലഭിക്കും. അത് എന്യൂമറേറ്ററെ വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ നമുക്ക് നേരത്തെ കൊടുത്ത സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്, വീട്ടിലെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ ഫാദറിൻ്റെയോ മദറിൻ്റെ പേര് കൊടുക്കാം. അങ്ങനെ മുതിർന്ന ആളിൻ്റെ പേര് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുടെ പേര് കൊടുത്താലും മതി. ഒരിക്കൽ കൊടുത്താൽ പേര് മാറ്റാൻ സാധിക്കില്ല. പിന്നീട് കൊടുക്കേണ്ടുന്നത് മൊബൈൽ നമ്പറാണ്. ഇതും ഒരിക്കൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലേക്കാണ് നമുക്ക് അവസാനം SCID വരുന്നത്. തൊട്ട് താഴെ മെയിൽ ID കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും നിർബന്ധമല്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കും SCID വരികയും ചെയ്യും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരും, സക്സസ് എന്ന് കാണിക്കും. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് അടുത്തതായിട്ട് നമ്മൾ ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്യേണ്ടുന്നത്. ഇവിടെ മലയാളവും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ലാംഗ്വേജ് ഉണ്ട്. ഇവിടെ എന്ത് ലാംഗ്വേജ് കൊടുക്കുന്നോ ആ ലാംഗ്വേജിലായിരിക്കും തുടർന്ന് വരുന്ന ക്വസ്റ്റ്യനെയർ ചോദ്യാവലി ഉണ്ടാവുക. ഇംഗ്ലീഷ് ഒരിക്കൽ മാത്രമേ ഈ ലാംഗ്വേജ് കൊടുക്കാൻ സാധിക്കൂ, പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മലയാളം കൊടുക്കേണ്ടുന്നവർ മലയാളം തന്നെ കൊടുത്തു പോവുക. ഇംഗ്ലീഷ് വേണ്ടുന്നവർക്ക് ഇംഗ്ലീഷും കൊടുക്കാം. ഞാനിവിടെ ലാംഗ്വേജ് മലയാളം കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ലഭിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന SCID എന്യൂമറേറ്റർമാർക്ക് ലഭിച്ച ശേഷം അവർക്ക് നമ്മളുടെ വീട് കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന മാപ്പിൽ കൃത്യമായിട്ട് നമ്മളുടെ വീട് അടയാളപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് ലൊക്കേഷൻ മാർക്കർ വീടിന് മുകളിലോ തൊട്ടടുത്തോ കൊണ്ടുവയ്ക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ കേരളം വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. തൊട്ടടുത്ത കോളത്തിൽ നിങ്ങളുടെ പിൻകോഡ് തെറ്റാതെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം താഴെയായി വില്ലേജ്, പട്ടണം, പ്രദേശം, സ്ഥലസൂചകം, ലാൻഡ്മാർക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം മുകളിലേക്ക് അവിടെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളുടെ ലിസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് വരും. അതിൽ അനുയോജ്യമായ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പിന്നീട് വലത് സൈഡിൽ നമ്മൾ തിരയുക എന്നുള്ളതിൽ പ്രസ് ചെയ്യണമെന്നില്ല. അങ്ങനെ കറക്റ്റായിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സ്ഥലം കണ്ടെത്തി എന്നുള്ള പോപ്പപ്പ് വിൻഡോ അവിടെ വരികയും ചെയ്യും. ഇവിടെ താഴെ നിങ്ങളുടെ വീട് ഉൾക്കൊള്ളുന്ന പ്രദേശം വന്നിട്ടുണ്ടാകും. അവിടെ ലൊക്കേഷൻ മാർക്കർ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി. ഓക്കെ കൊടുക്കാവുന്നതാണ്. പക്ഷേ തൊട്ട് താഴെ നിന്നും നിങ്ങളുടെ വീട് കണ്ടെത്തുക നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ കുറേ സ്ഥലങ്ങൾ വന്നിട്ടുണ്ടാകും. ഇവിടെ പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരുകളായിരിക്കും പ്രധാനമായിട്ടും ഇവിടെ വന്നിട്ടുള്ള. സ്ഥലപ്പേരും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനം കണ്ടെത്തുകയാണ് അതിനുള്ള എളുപ്പമാർഗം. അതിനടുത്തായിട്ടുള്ള റോഡുകൾ പരിശോധിച്ചാൽ നിങ്ങളുടെ വീട് കണ്ടെത്തുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത്
സിസ്റ്റം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കൺട്രോളിൽ പ്രസ് ചെയ്തതിന് ശേഷം മൗസിൻ്റെ സെൻറ്ററിലുള്ള വീല് കറക്കി സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാൻ പറ്റും. അതല്ല ലാപ്ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ കൺട്രോളിൽ പ്രസ് ചെയ്തതിന് ശേഷം അപ്പ് ആൻഡ് ഡൗൺ ആരോ പ്രസ് ചെയ്ത് ഇത് സൂം ഔട്ടും സൂം ഇന്നും ആക്കാൻ സാധിക്കും. മൊബൈലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 വിരലുകൾ കൊണ്ട് പ്രസ് ചെയ്ത് സൂം ഔട്ടും സൂം ഇന്നും ആക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ സ്ഥാപനം കണ്ടെത്തിയതിന് ശേഷം ആ റോഡ് പരിശോധിച്ച് ആ റോഡിൽ കൂടി മാപ്പ് കൊണ്ടുപോയി നിങ്ങളുടെ വീടിനടുത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാണിക്കുന്ന ഒരു പ്ലസ് ചിഹ്നം കാണാം. ഇവിടെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അടങ്ങുന്ന ആ ക്രോസിൻ്റെ സെൻറ്റർ ഭാഗം നിങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ചാൽ ആ ലൊക്കേഷൻ മാർക്കർ അവിടേക്ക് വരും. ഇവിടെയൊക്കെ നിങ്ങളുടെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ട് വേണം ഇത് ചെയ്യുവാൻ. ആ മഴത്തുള്ളി പോലെ കാണുന്ന ചുവന്ന മാർക്കാണ് ലൊക്കേഷൻ മാർക്കർ. ഞാനിവിടെ കറക്റ്റായിട്ട് വീടിൻ്റെ മുകളിൽ മാർക്കർ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ തിരയുമ്പോൾ സ്ഥലപ്പേരിൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്ഥലപ്പേര് കാണിക്കാതെ തന്നെ വീട് കൊണ്ടുവന്ന് ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും പ്ലസ് ചിഹ്നം പോലുള്ളത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടേക്ക് മാർക്കർ വന്ന് നിൽക്കും. ഇവിടെ ഞാൻ ശരിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇടത് സൈഡിൽ താങ്കളുടെ താമസ സ്ഥലം എന്നെഴുതിയിരിക്കുന്നതിന് താഴെയായി സ്ഥലം സ്ഥിരീകരിക്കുക എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം താഴേക്ക് വന്ന് സേവ് ചെയ്ത് അടുത്തത് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ നമ്മുടെ സ്റ്റേറ്റും ജില്ലയും ഒക്കെ കാണിക്കും. ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാണിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മളവിടെ വേണം അല്ലെങ്കിൽ യെസ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് ക്വസ്റ്റ്യനെയറിലേക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഇവിടെ ഓരോ ചോദ്യങ്ങളും ഇടത് സൈഡിൽ മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വലത് സൈഡിൽ കാണുന്ന ഏതാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ അതിന് നേർക്ക് റൗണ്ട് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇവിടെ നമുക്ക് ഹൗസ് ഹോൾഡ് ഡീറ്റെയിൽസ്, അതുപോലെ ബേസിക് ഡീറ്റെയിൽസ്, അസറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈല്, ഭക്ഷണ വിവരം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ പേജിലുമുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വളരെ വിശദമായി ചെയ്തിട്ടുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നത്. ഓരോന്നിൻ്റെയും വിശദാംശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കാം. വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അങ്ങനെ 33 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ശേഷം നമ്മളൊരു പ്രിവ്യൂ പേജിൽ എത്തിച്ചേരും. ഇവിടെയും നമുക്ക് പരിശോധിക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റായി നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകും. അവിടെ നമ്മൾ ലൊക്കേഷനൊന്നും വീണ്ടും സെലക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. എനിക്കിവിടെ എല്ലാം ശരിയാണ്. അതുകൊണ്ട് സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയാണെങ്കിൽ വേണം എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതോടുകൂടി നമ്മളുടെ സെൽഫ് എന്യൂമറേഷൻ പ്രോസസ്സ് സമർപ്പണം അവസാനിക്കുന്നതും നമുക്ക് എച്ചിൽ തുടങ്ങുന്ന 11 ഡിജിറ്റുള്ള SC ID ലഭിക്കുകയും ചെയ്യും. ഈ ID നമ്മളുടെ മൊബൈലിലേക്ക് SMS ആയി വന്നിട്ടുണ്ടാകും. അതുപോലെ ഇമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമെയിലിലേക്കും വന്നിട്ടുണ്ടാകും. ഈ ID നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും പഴയതുപോലെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ SC ID അവിടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ SC ID എന്യൂമറേറ്റർ എന്ന ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.